Today we are going to discuss what we had discussed yesterday or day before yesterday, that is equilibrium in the monetary sector. We just passed through the introduction and we came to the second portion, that is real and nominal demands. Very interesting. Real and nominal demands. What is it? First of all, let us make a distinction between nominal demand for money and other real demand for money. ഒരാള് എന്തുമാത്രം പൈസയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നുവോ അതിനെയാണ് നമ്മൾ പറയുന്നത് നോമിനൽ ഡിമാൻഡ് ഫോർ മണി. പക്ഷെ ആ പണം കൊണ്ട്, ആ പൈസ കൊണ്ട്, ഇപ്പൊ നമ്മൾ രൂപയാണ് നമ്മൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്, ആ പൈസ കൊണ്ട് അദ്ദേഹത്തിന് എന്തെല്ലാം സാധനങ്ങൾ മേടിക്കാൻ സാധിക്കുമോ അതിനെയാണ് അദ്ദേഹത്തിന്റെ റിയൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നോമിനൽ ഡിമാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ റിയൽ ഡിമാൻഡ് ഉണ്ട്. Nominal demand for money, it is the amount of money that is in rupees demanded by an individual. എന്താണ് പർപ്പസ് ഒന്നും അറിയുന്നില്ല, കുറെ പൈസ കയ്യിൽ വേണം. ഇനി ആ പൈസ കൊണ്ട്, അല്ലെ പണം കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ മേടിക്കാൻ പറ്റുമോ അതാണ് അദ്ദേഹത്തിന്റെ റിയൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിയൽ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ പണം വേണം. ദാറ്റ് ഈസ് ദ ഡിമാൻഡ് ഫോർ മണി. But in terms of the number of units of goods that money will buy. For real demand for money means സാധാരണ ഡിമാൻഡ് ഫോർ മണി ഉണ്ട്. ഇത് മാത്രമല്ല, ആ അദ്ദേഹത്തിന്റെ കൈവശം ഇരിക്കുന്ന പണം കൊണ്ട് എന്തെല്ലാം സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും, വിപണിയിൽ നിന്ന് മേടിക്കാൻ സാധിക്കും, അതാണ് അദ്ദേഹത്തിന്റെ റിയൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പൊ ഈ റിയൽ ഡിമാൻഡ് ഫോർ മണി ഈസ് ഈക്വൽ ടു ദ നോമിനൽ ഡിമാൻഡ് ഫോർ മണി ഡിവൈഡഡ് ബൈ ദ പ്രൈസ് ലെവൽ. അപ്പൊ നമ്മൾക്ക് അയാളുടെ റിയൽ ഡിമാൻഡ് എന്നാണ്. യഥാർത്ഥത്തിൽ നോമിനൽ ഡിമാൻഡ് ഫോർ മണിയെ നമ്മൾ എന്തുമാത്രം സാധനങ്ങൾ അതുകൊണ്ട് മേടിക്കാൻ സാധിക്കും അതാണ് അദ്ദേഹത്തിന്റെ റിയൽ ഇൻകം എന്ന് പറയും. മണി ഇൻകം ഉണ്ട്, റിയൽ ഇൻകം ഉണ്ട്. ഇപ്പൊ ഒരാൾക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, ആ ശമ്പളത്തിനെ നമ്മൾ പറയുന്നത് മണി ഇൻകം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹത്തിന് ആ മണി ഇൻകം കൊണ്ട് എന്തെല്ലാം സാധനങ്ങളും സേവനങ്ങളും മേടിക്കാൻ സാധിക്കുമോ അതാണ് അദ്ദേഹത്തിന്റെ റിയൽ ഇൻകം. ഇപ്പൊ ഈ നാണയപ്പെരുപ്പം കാരണം റിയൽ ഇൻകം കാര്യമായിട്ട് കുറഞ്ഞുപോയി. ഞാൻ പറഞ്ഞു സേവനങ്ങൾ. എന്തിനാണ് നമ്മൾ സേവനം മേടിക്കുന്നത്? യു ഗോ ടു എ ഡോക്ടർ, യു വിൽ ചാർജ് സം ഫീസ്. യു ഗോ ടു എൻ അഡ്വക്കേറ്റ്, യു വിൽ ചാർജ് സം ഫീസ്. അപ്പൊ ഒരു CA-കാരൻ്റെ അടുത്ത് പോയാൽ അവർ ഫീസ് ചാർജ് ചെയ്യും. അപ്പോ we have to buy goods as well as we have to buy services also. അപ്പോ the demand for money, ഇനി നമ്മൾക്ക് അതിന് വേണമെങ്കിൽ നോമിനൽ വെൽത്ത് എന്ന് പറയാം. അതിന്റെ ഷോർട്ട് ഫോം ആണ് NWN, നോമിനൽ വെൽത്ത്. ഇനി അവിടെ WN പറയുമ്പോൾ ഞാൻ ഇനി പറയില്ല, നോമിനൽ വെൽത്ത് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത് ലെറ്റ് us say 500 രൂപ എന്ന് വെക്കുക. അത് പിന്നെ അദ്ദേഹം മേടിക്കുന്ന സാധനത്തിന്റെ വില 5 രൂപ എന്നായിരിക്കുക. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ റിയൽ ഡിമാൻഡ് ഫോർ മണി വിൽ ബി 100 യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ്. ദാറ്റ് മീൻസ് 500 ഡിവൈഡഡ് ബൈ 5. മനസ്സിലായോ? അദ്ദേഹത്തിന്റെ റിയൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 കാരണം മൊത്തം മണി ഇൻകത്തിനെ നമ്മൾ അതിന്റെ മേടിക്കുന്ന സാധനത്തിന്റെ വില കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിയൽ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ റിയൽ ഡിമാൻഡ് ഫോർ മണി, അതേപോലെ തന്നെ പ്രൈസ് ലെവലും ഇതേപോലെ തന്നെ ഡബിൾ ചെയ്യുകയോ, രണ്ടും ഡബിൾ ചെയ്യുകയോ ട്രിപ്പിൾ ചെയ്യുകയോ അല്ലെങ്കിൽ 5 ടൈംസ് ആവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റിയൽ ഡിമാൻഡ് ഫോർ മണി റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഏതെങ്കിലും ഒരു കാര്യത്തിന് വ്യത്യാസം ഉണ്ടാകണം. ഒന്നില്ലെങ്കിൽ മണി പിന്നെ ഇൻകത്തിൽ വ്യത്യാസം ഉണ്ടാകണം, അല്ലെങ്കിൽ മണി നോമിനൽ മണിക്ക് വ്യത്യാസം ഉണ്ടാകണം, അല്ലെങ്കിൽ പ്രൈസ് ലെവലിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നോമിനൽ ഡിമാൻഡ് റിയൽ ഡിമാൻഡ് ഫോർ മണി എത്രയാണ്? 100 പറഞ്ഞത്. കാരണം 500 രൂപയാണ് അദ്ദേഹത്തിന്റെ ഡിമാൻഡ് ഫോർ നോമിനൽ ഡിമാൻഡ് ഫോർ മണി ആണെങ്കിൽ അതിന്റെ പ്രൈസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 100. അതാണ് അദ്ദേഹത്തിന്റെ റിയൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. അപ്പൊ റിയൽ ഡിമാൻഡ് ഫോർ മണി 500 നിന്ന് 1000 ആകുകയും പ്രൈസ് ലെവല് 5 നിന്ന് 10 രൂപ ആയും ചെയ്യുന്നുണ്ടെങ്കിൽ there will be then the real demand for money remains unchanged. അപ്പൊ ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കേണ്ട ആവശ്യമുണ്ട്. കാരണം റിയൽ ഡിമാൻഡ് ഫോർ മണി ഈസ് ഓൾസോ നോൺ ആസ്
demand for real money balances അല്ലെങ്കിൽ real balances എന്ന് പറയും. അപ്പോൾ എന്താണത്? റിയൽ ഡിമാൻഡ് ഫോർ മണി എന്ന് എപ്പോഴും പറയാതെ നമുക്ക് ആ റിയൽ ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്ന നമുക്ക് ആവശ്യമുള്ള സമയത്ത് റിയൽ ബാലൻസസ് പറഞ്ഞാലും ഇറ്റ് ഈസ് വൺ ആൻഡ് ദ സെയിം തിങ്, ദാറ്റ് ഈസ് ദ റിയൽ ഡിമാൻഡ് ഫോർ മണി. അതേപോലെ തന്നെ റിയൽ ബോണ്ട് ഹോൾഡിംഗ് വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് മണി ആൻഡ് ദ ബോണ്ട് ഹോൾഡിംഗ് ഡിവൈഡഡ് ബൈ ദ പ്രൈസ് ലെവൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു റിയൽ ബോണ്ട് ഹോൾഡിംഗ് എന്താണ്? അതായത് will be equal to the sum of money that is invested in bonds divided by its price. അപ്പോൾ നമുക്ക് റിയൽ ബോണ്ട് ഹോൾഡിങ്സ് കിട്ടും. Then real financial wealth of an individual should be equal to the sum of the demand for real balances L and real bond holdings BH. Real bond holdings കണ്ട the sum of ഡിമാൻഡ് ഫോർ റിയൽ ബാലൻസസിന് സിമ്പിൾ ആയി പറഞ്ഞിരിക്കുന്നത് എൽ ആണ്. ആൻഡ് റിയൽ ബോണ്ട് ഹോൾഡിങ്സിന് BH ബോണ്ട് ഹോൾഡിങ്സ്. ആൻഡ് നമ്മൾക്ക് ഫിനാൻഷ്യൽ വെൽത്തിന് നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ ഒരാളുടെ ഡിമാൻഡ് ഫോർ മണി നമ്മൾ നോമിനൽ വെൽത്ത് എന്ന് പറയും. അപ്പോ അനദർ വേ ടു ലുക്ക് അറ്റ് ദ റിയൽ ഫിനാൻഷ്യൽ വെൽത്ത് ഈസ് ദ നോമിനൽ വെൽത്ത് ഡിവൈഡഡ് ബൈ ദ പ്രൈസ് ദാറ്റ് ഈസ് ഗിവൺ ഹിയർ. ദെൻ ഇനി ഒരാളുടെ തീരുമാനം എന്തുവാണ്? റിയൽ ബാലൻസസ് കൂടുതൽ കൈവശം വെക്കണോ? Or would mean a decision to hold less real wealth in the form of bonds. അപ്പോ ഒരാൾ തീരുമാനിക്കണേ ഞാൻ കൈവശം കൂടുതൽ പണം വെക്കാൻ പോവുകയാണ്, ലിക്വിഡ് ആയിട്ട് ഞാൻ വെക്കാൻ പോവുക. അതിന്റെ അർത്ഥം എൻ്റെ കയ്യിൽ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ, ബോണ്ട് മേടിക്കാനായിട്ട് കുറച്ച് പൈസ മാത്രമേ ഉണ്ടാവുള്ളൂ. Therefore, if we consider money market only, we can have the understanding of the asset market also. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് വി ആർ ഗോയിങ് ടു ദ എങ്ങനെയാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പൊ മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം, നമ്മൾക്ക് ബോണ്ട് മാർക്കറ്റ് ഓൾസോ വിൽ ബി ഇൻ ഇക്വിലിബ്രിയം ബിക്കോസ് റിയൽ വെൽത്ത് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു മാർക്കറ്റ്സ്. ഒരാളുടെ റിയൽ വെൽത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഐദർ ഇൻ ഡിമാൻഡ് ഫോർ മണി ഓർ ഇൻ ബോണ്ട്സ്. അപ്പോ ഇഫ് ദ മണി മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണെങ്കിൽ ബോണ്ട് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കും. കാരണം എന്താണ്? ആ റിയൽ വെൽത്ത് ഒരാളുടെ റിയൽ ആയിട്ടുള്ള പിന്നെ സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബിറ്റ്വീൻ ദീസ് ടു മാർക്കറ്റ്സ് ഓൺലി. ദെൻ ഒരാളുടെ റിയൽ ഫിനാൻഷ്യൽ വെൽത്ത് ബാലൻസസ് ഓർക്കുന്നുണ്ട്. എന്താണ് റിയൽ മണി ബാലൻസസ് എന്ന് നമ്മൾ പറഞ്ഞു? It is the real demand for money is also known as demand for the real money balances അല്ലെങ്കിൽ real balances എന്ന് പറയാം. ഒന്നുകൂടെ പറഞ്ഞു തന്നാണ്. So the real financial wealth available at a given time in an economy will be the sum of the real money balances and the available real bonds. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നതാണ്. അപ്പൊ the financial wealth at a particular point of time will be എന്താണ്? Nominal wealth divided by P, that is equal to M. That is what is M? What is M? M is given here. That is M is the stock of the nominal money balances and SB is the real value of the supply of bonds and P is the price. Therefore, that is the definition that is being given. So, the amount of real wealth an individual wish to hold should be equal to the amount of real wealth available in the country. റിയൽ വെൽത്ത് അവൈലബിൾ ഇമ്പോർട്ട് ചെയ്തോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇത് റിയൽ വെൽത്ത് എന്തുമാത്രമാണ് അവൈലബിൾ ആകുന്നത്. Therefore, the real wealth of an individual who wish to hold should be equal to the amount of the real wealth available in the economy. അതിന്റെ ഫോർമുലയാണ് പറഞ്ഞിരിക്കുന്നത്. Then, if the demand for real balances, that is L, ഞാൻ പറഞ്ഞു the demand for real balances is now, it will be known by L is equal to the existing stock of real balances. That is, we find that L minus M divided by P is equal to 0. And ഇത് നമുക്കൊരു പ്രധാനമായിട്ട് ഒരു ഒബ്സർവേഷനിലേക്കാണ് ഇത് പോകുന്നത്. എന്താണ്? ബോണ്ട് ഹോൾഡിംഗ് should be equal to SB. What is SB? SB is the real value of the supply of bonds. For the real value of the supply of bonds will be BH should be equal to the SB. Then, if the real money demand is equal to the real money supply,
then the demand for real bonds should be equal to the supply of real bonds. ഇത് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്? റിയൽ മണി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ദ റിയൽ മണി സപ്ലൈ. അതിൻ്റെ അർത്ഥം എന്താണ്? ദ ഡിമാൻഡ് ഫോർ റിയൽ ബോൺസ് also should be equal to the supply of real bonds. Then നമുക്കൊരു സിറ്റുവേഷൻ വിചാരിക്കാം, മണി മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? അസറ്റ് മാർക്കറ്റിൽ എന്ത് സംഭവിക്കും? അവർ പറയാണ്, സപ്പോസ് ദ റിയൽ മണി ഡിമാൻഡ് ഈസ് മോർ ദാൻ ദ റിയൽ മണി സപ്ലൈ, then we have got given the wealth budget constraint given in equation, we find that the excess demand in money market will be L will be greater than M divided by P. That is, there needs to be neutralized by the excess supply of bond in the market. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ റിയൽ മണി സപ്ലൈയിൽ വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് there should be it has to be neutralized. അല്ലെങ്കിൽ അത് മറ്റു മേഖലയിൽ അത് പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അത് ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ it has to be increased by that excess supply in the bond market. Therefore ബോണ്ട് മാർക്കറ്റും നമ്മൾ പറഞ്ഞു മണി മാർക്കറ്റും തുല്യമായിരിക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? Then the demand for and supply of money. ഇനി IS കർവ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി IS ആൻഡ് LM കർവ് ഉണ്ട്, ലിക്വിഡിറ്റി പ്രിഫറൻസ് സപ്ലൈ ഓഫ് മണി. ലിക്വിഡിറ്റി പ്രിഫറൻസ് സപ്ലൈ ഓഫ് മണി അല്ലെങ്കിൽ മണി സപ്ലൈ എന്ന് പറഞ്ഞത് LM കർവ്. ദിസ് ഈസ് നമുക്കറിയാം, ഏതൊരു കാരണവശാൽ ഏതൊരു മേഖലയിലും ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഇപ്പൊ നമ്മൾ കണ്ട IS കർവ്, that will serve as a demand curve. It is sloping downwards from left to right. And ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് LM curve ആണ്, ലിക്വിഡിറ്റി പ്രിഫറൻസ് മണി ഡിമാൻഡ്. അതിനെ പറഞ്ഞത് LM curve എന്നാണ്. So it will serve as a demand and supply. So demand and supply of money. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഇൻഡിവിജ്വൽ പണം ഡിമാൻഡ് ചെയ്യുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന് പല പല ട്രാൻസാക്ഷൻ ഉണ്ട്, പ്രിക്കോഷൻ ഉണ്ട്, സ്പെക്കുലേഷൻ ഉണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് when people hold cash in the hand, which is known as the money balances, then ആ പണം കൊണ്ട് നമ്മൾ എന്തെല്ലാം നമുക്ക് മേടിക്കാൻ സാധിക്കുമോ അതിനെ നമ്മൾ പറയുന്നത് റിയൽ ബാലൻസസ് എന്ന് പറയുന്നത്. ദെൻ ഏതെങ്കിലും കാരണവശാൽ വില കയറിയിട്ടുണ്ടെങ്കിൽ മണി ബാലൻസസ് പീപ്പിൾ വിൽ ട്രൈ ടു കീപ് മോർ ഇൻ ദ ഫോം ഓഫ് മണി ബാലൻസ്. കാരണം അവർക്ക് പഴയ പോലെ തന്നെ സാധനങ്ങളോ സേവനങ്ങളോ മേടിച്ചുകൊണ്ട് നിലനിന്നുകൊണ്ട് പോകണമെങ്കിൽ അവർക്ക് ഇപ്പോൾ കൂടുതൽ പൈസ വേണം. അപ്പൊ അത് കാരണം എന്ത് ചെയ്യും? റിയൽ മണി ബാലൻസസ് they will try to keep more, because if they want to afford to have the same amount of goods and services as earlier, മുമ്പത്തെ പോലെ തന്നെ അത് അവർക്ക് സാധന സേവനങ്ങൾ മേടിക്കണമെങ്കിൽ കുറച്ചും കൂടെ പണം കയ്യിൽ കരുതേണ്ടിയിരിക്കുന്നു. ദെൻ ഈ എന്തുമാത്രം പണം to be held as a nominal balance in the form of cash is depending upon the income or real income of the individual and the interest rate. അപ്പോ എന്തുമാത്രം പണം അദ്ദേഹത്തിന് ഒരു വ്യക്തിയുടെ കൈവശം വെക്കണം? അത് രണ്ട് കാര്യങ്ങളെ, ഒന്നില്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിന്റെ തോത് എത്രയാണെന്ന് നോക്കും. ഒന്ന് വരുമാനത്തിന്റെ തോത്, അല്ലെങ്കിൽ റിയൽ ഇൻകം എന്ന് പറയും, ഓഫ് ആൻ ഇൻഡിവിജ്വൽ പ്ലസ് ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ്? കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ യാതൊരു കാരണവശാലും ആളുകൾ കൂടുതൽ ബോണ്ട് മേടിക്കില്ല. കാരണം they prefer to keep something more in the hand and they will try to spend rather than buying bond at a very very lower rate of interest. അപ്പോൾ എന്തുമാത്രം അവര് കൈവശം പണം വെക്കണം, ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ടു. ഒന്ന് അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ തോത്. ലോവർ ലെവൽ ഓഫ് ഇൻകത്തിന് യാതൊരു കാരണവശാലും ആളുകൾ കൂടുതൽ പണം കൊണ്ട് സേവ് ചെയ്യില്ല, കൈവശം വെക്കില്ല. കാരണം ഡേ ടു ഡേ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് പൈസ ആവശ്യമുണ്ട്. ചിലവർക്ക് ഒരു സേവിങ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇൻകം കൂടുതലാണെങ്കിൽ അവർ ചിലപ്പോൾ they may have more savings. പക്ഷെ that will depend upon the rate of interest. കാരണം എന്താണ്, മണി കൈവശം ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നു. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ്. ക്യാഷ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ്. കാരണം എന്താണ്, ഇൻട്രസ്റ്റ് കിട്ടും.
അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അവർ കുറച്ച് പണം അവർ കൈവശം വയ്ക്കുകയും കൂടുതൽ പണം ബോണ്ടുകളായിട്ടോ കറണ്ട് ഡെപ്പോസിറ്റ് ആയിട്ടോ സേവിങ് ഡെപ്പോസിറ്റ് ആയിട്ടോ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബോണ്ടുകളോ ഷെയറുകളോ അതങ്ങനെയിട്ടൊക്കെ അവർ മേടിക്കുകയും ചെയ്യും. ഓക്കെ. ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് മണി. ഓക്കെ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താണ്, ഇഫ് ആൻ ഇൻഡിവിജ്വൽ ഹോൾഡ്സ് യുവർ മജോറിറ്റി ഓഫ് വെൽത്ത് ഇൻ ദ ഫോം ഓഫ് ബോണ്ട്സ്, പിന്നെ അയാൾക്ക് എന്ത് ചെയ്യണം? ഹിസ് ലിക്വിഡിറ്റി വിൽ ബി ഇൻകൺവീനിയൻസ് ആണ്. കാരണം എന്താണ്, ദ ലെവൽ ഓഫ് ലിക്വിഡിറ്റി വിൽ ബി വെരി വെരി ലോ. സോ ഹയർ ദ ലിക്വിഡിറ്റി ലോവർ ദ പ്രോഫിറ്റബിലിറ്റി. മനസ്സിലായോ? ലോവർ ദ പ്രോഫിറ്റബിലിറ്റി, ഹയർ ദ ലിക്വിഡിറ്റി. അപ്പൊ ലിക്വിഡിറ്റി കൂടുതലാണെങ്കിൽ പ്രോഫിറ്റബിലിറ്റി കുറവാണ്. മനസ്സിലായോ? പ്രോഫിറ്റബിലിറ്റി കുറവാണെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? They will keep more in the form of cash. Then high levels of income. നമുക്കറിയാം, സാധാരണ രീതിയിൽ ആളുകൾ കുറെ പൈസ അവർ കൈവശം കീപ്പ് ചെയ്യാൻ നോക്കും. അതിന് കാരണം എന്താണ്? ആൻഡ് അറ്റ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദ ഇൻഡിവിജ്വൽ ഡിമാൻഡ്സ് മോർ ബോൺസ്. അപ്പൊ റേറ്റ് ഓഫ് ഇൻകം കൂടുതലാണെങ്കിൽ കൂടുതൽ പൈസ കൈവശം വെക്കും. ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ അവർ എന്ത് ചെയ്യും? They will keep more in the form of ബോണ്ടുകളായിട്ടോ മറ്റ് ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആയിട്ടോ അവർ കൈവശം കീപ്പ് ചെയ്യാൻ നോക്കും. സോ അപ്പൊ നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷൻ എന്താണ്? L is equal to KY minus HI, where K and H is greater than 0. എന്താണ് K എന്ന് പറഞ്ഞത്? സെൻസിറ്റിവിറ്റി ഓഫ് മണി ഡിമാൻഡ് ടു ദ ലെവൽ ഓഫ് ഇൻകം. MPC എന്ന് പറയാം. സെൻസിറ്റിവിറ്റി ഓഫ് മണി ഡിമാൻഡ് ടു ദ ലെവൽ ഓഫ് ഇൻകം. നമ്മുടെ ഇൻകത്തിന്റെ തോതനുസരിച്ച് നമ്മുടെ മണി ഡിമാൻഡ് എന്തുമാത്രം ഉണ്ടാവും കൈവശം വെക്കണം. ആൻഡ് H ഈസ് K ഈസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ഡിമാൻഡ് ടു ദ ലെവൽ ഓഫ് ഇൻകം. ദാറ്റ് ഈസ് വൈ. ആൻഡ് H ഈസ് ദ സെൻസിറ്റിവിറ്റി ഓഫ് മണി ഡിമാൻഡ് ടു ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഒന്ന് സെൻസിറ്റിവിറ്റി ഓഫ് മണി ഡിമാൻഡ് ടു ദ ലെവൽ ഓഫ് ഇൻകം, രണ്ടാമത് സെൻസിറ്റിവിറ്റി ഓഫ് മണി ഡിമാൻഡ് ടു ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നമുക്കറിയാം, ഒരു ഇൻകം 1 രൂപ കൊണ്ട് വർദ്ധിക്കുകയാണെങ്കിൽ റിയൽ മണി ഡിമാൻഡ് എല്ലും പിന്നെ ഇറ്റ് വിൽ ബി increases the real demand for money L by rupees K, and an increase in the interest rate by 1% decreases the real demand for money by H. നമുക്കറിയാം രണ്ടും ഇതേപോലെ തന്നെ. അപ്പൊ ഒരാൾ എന്തുമാത്രം പണം കൈവശം വെക്കണം എന്ന് രണ്ട് കാര്യങ്ങൾ ആശ്രയിച്ചിരിക്കും. ഒന്ന് അദ്ദേഹത്തിന്റെ വരുമാനത്തെയും അതുപോലെ തന്നെ രണ്ടാമത് അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് റേറ്റിനെയും. ദിസ് ഈസ് എ ടിപ്പിക്കൽ ഡിമാൻഡ് കാർ. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ളപ്പോൾ മനസ്സിലായോ, the amount of money which they keep in hand is low. പക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് വരുമ്പോൾ people will hold more cash. It is a downward sloping curve, just like a demand curve, മനസ്സിലായോ, which has got the inverse relationship between interest rate and the quantity of money that is to be kept with the individuals. ഇനി സപ്ലൈ ഓഫ് മണി നമ്മൾ ഫിക്സ് ആയിട്ട് എടുക്കണം. കാരണം മണി സപ്ലൈ യഥാർത്ഥത്തിൽ കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ദ RBI. അത് കാരണമാണ് നമ്മൾ സപ്ലൈ ഓഫ് മണി. സോ നമ്മൾ it is taken as given, it is taken as fixed, and therefore we give M as a money bar, M bar, which means that the supply of money is fixed. Then price level is also constant. It is also not changing. Price level is constant, and therefore we give the symbol P bar. Therefore the real money supply would be M bar divided by P, and the supply of money is constant, represented by a vertical line. Since the supply of money is constant as fixed, it will be it is not like a demand curve. It is not like a എന്ത് കർവാണെന്ന് ഡിമാൻഡ് കർവിനെ പോലെ താഴത്തേക്ക് സ്ലോപ്പ് ചെയ്യുന്നില്ല. ബട്ട് സപ്ലൈ ഓഫ് മണി ഫിക്സഡ് ആണ്, and it is being determined by the central bank of a country, and therefore it is a vertical straight line. നോക്കിക്കോ, ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിലും സപ്ലൈ ഓഫ് മണി വിൽ ബി ദിസ് മച്ച്. ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിലും സപ്ലൈ ഓഫ് മണി ഇത്രയാവുള്ളൂ. സപ്ലൈ മണി ഈസ് റിമൈനിങ് കോൺസ്റ്റന്റ്. Why? Because it is being controlled by the RBI. Then money market equilibrium. ഇപ്പൊ നമ്മൾ എന്ത് കണ്ട്? L കണ്ട്. അതുപോലെ തന്നെ this is a demand curve, this is a vertical supply curve എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, where equilibrium is at a point E and output is M bar divided by P bar. Interest rate is I,
This is the equilibrium point. L is a downward sloping curve. That is a demand curve. Is demand for money is a downward sloping curve, and supply of money is a vertical straight line. The meeting point is at E1, and the rate of interest is at I1, and we have got the equilibrium of money market equilibrium എന്ന് പറയുന്നത്. ഇനി ഇക്വിലിബ്രിയം ലെവലിൽ നമുക്ക് ഇനി വ്യത്യാസം വരാം. എപ്പോഴാണ് ഇക്വിലിബ്രിയം ലെവലിൽ വ്യത്യാസം വരുന്നത്? മനസ്സിലായോ? ഒന്നില്ലെങ്കിൽ ഡിമാൻഡിൽ വ്യത്യാസം വരണം, അല്ലെങ്കിൽ സപ്ലൈയിൽ വ്യത്യാസം വന്നാൽ ഇക്വിലിബ്രിയം ലെവലിൽ അതനുസരിച്ച് വ്യത്യാസം വരും. ഇവിടെ നമുക്ക് ഇവിടെ L1 കർവ് ആണിത്, അല്ലെങ്കിൽ Y1 എന്ന് പറയാം. And it is L1 curve is shifting, the demand for money is shifting towards L2, and therefore we have got a new equilibrium. Then if the L1 curve shifts towards the left, we have got a new equilibrium. So whenever there is some changes in either in the L curve or the supply curve or the demand for money or the supply of money curve, we find that the equilibrium also changes. ഞാൻ നിങ്ങൾക്ക് ആദ്യം എടുത്ത BCC 1 അതായത് 131 അതിനകത്ത് ഡിമാൻഡാണ്. ആദ്യത്തെ ചാപ്റ്റർ ഡിമാൻഡാണ്. വാട്ട് ഹാപ്പൻസ് ടു equilibrium when either in the demand or in the supply curve shifts either to the left or to the right. Now here it is the supply curve is shifting towards the right, demand curve is shifting towards the right, and we have got a new equilibrium. And then therefore equilibrium interest rate shifts from I1 to I2. Then if there is a shift of the L curve, the demand for money curve shifts towards the left, then there is a new equilibrium that is at E3, whereby interest rate is coming down from I1 to I13. So whenever there is a change in either in a demand curve or in supply curve, there will be also change in the money market equilibrium. Okay. Then with the new equilibrium, we have received another combination of income and the rate of interest, where money market is in equilibrium. At the rate of interest I1, there is excess demand for money due to the increasing level of income. While income there can be an increased demand. This excess demand in the it will push up the interest rate to I2 from I1 il ninnu I2 like ഇത് push up interest push up ചെയ്യുന്നതാണ്, thereby causing a new equilibrium. That is all. Then if income level is decreases to Y3 and Y3 like വന്നിട്ടുണ്ടെങ്കിൽ here also we have got a equilibrium here, and therefore the interest rate is now being forced to come down from I1 to I2. Why? There is excess demand. Therefore, interest rate is forced to come to Y1 to Y2. That is all with that. Money supply LM curve, that is the supply curve. The demand for money, IS curve, then the supply of money also will be represented by LM, and the meeting point of this IS and LM curve will give you the equilibrium. This is what is going to be told to you through this module. So the combinations of income and interest rate, which നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്, അവിടെ നമ്മുടെ LM കർവിന്റെ നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനായിട്ട് വളരെ ഉപകാരപ്രദമായിട്ട് കാര്യമാണ്. അപ്പോൾ a series of such combinations, ഏതൊക്കെ കോമ്പിനേഷൻസ്? output income അതുപോലെ തന്നെ interest rate. A series of such combinations will eventually generate LM curve. And what is LM curve? The LM curve മറക്കരുത്. What is LM curve? The LM curve shows the combination of interest rates and the level of income. It shows the combinations of the level of income and the interest rate and the level of income, such that the demand for real balance is equal to the supply of real balances. That is the
the demand for real balances is equal to the supply of real balances, and it is a combination of income and interest rate. All the points on the LM curve, IS curve, all the points on the LM curve will indicate, all the points on the LM curve indicate money market equilibrium, and all the points outside the LM curve, PM, Q, production possibility curve. If it is not on that production possibility curve, and if it is below the production possibility curve, that means the economy, all the resources, or there is no full utilization of resources. And if there is a point that is above the production possibility curve, that means our resources have not yet reached that level. That means there should be growth of resources. Technology, invention, innovation, technology level. So all the points on the LM curve indicate the money market equilibrium, and all the points on the LM curve indicate this, all the points outside the LM curve. And that means the money market is not in equilibrium, അല്ലെങ്കിൽ disequilibrium. അപ്പോൾ LM curve, just like a supply curve, it will be positively sloped. It will be sloping upwards. Okay. This is an LM curve where P and Q, this is the first one, equilibrium. All the points on the LM curve, which is an upward sloping curve, it will give all the points the LM curve indicate money market equilibrium, and all the points outside the LM curve indicate disequilibrium. So all the point outside the LM curve, it indicates disequilibrium. ഇതെല്ലാം equilibrium. E1, E2, E3 ഇതെല്ലാം equilibrium ആണ്. മനസ്സിലായോ? അപ്പോൾ ഇൻകത്തിലും അതനുസരിച്ച് വ്യത്യാസം വരും, ഇൻട്രസ്റ്റ് റേറ്റിലും അതനുസരിച്ച് വ്യത്യാസം വരും. ലെറ്റ് us take the case of Y1. Y1 equilibrium ഇവിടെയാണ്. അപ്പോൾ that is in equilibrium, and interest rate I1 ആണ്. Suppose the interest rate goes to I2, then equilibriumത്തിൽ വ്യത്യാസം വരും. E2 ആണ് equilibrium. അങ്ങനെ Y2 the outputലും income outputലും വ്യത്യാസം വരും, income and outputലും വ്യത്യാസം വരും. Suppose that the equilibrium falls from E1 to E3, what happens? Interest rate also will come down from I1 to I3. This is what it is being given here. Then each point on the LM curve, the demand for real balances equal to the supply of real balances. A very important point that is to be kept in mind. At every point of the IS curve, production possibility, all the units, all the points on the production possibility curve, equal amount of production. Otherwise, any point on the LM curve, the demand for real balances and is equal to the supply of real balances. Therefore, money market equilibrium ആണ് എപ്പോഴാണ്? If the economy is operating at any combination of output and interest rate which are on LM curve. So LM curve ഏത് പോയിന്റും that money market is in equilibrium. An implication P യും Q യും എന്തല്ല, it is not in equilibrium. കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ പോലെ resources at the point P, which is to the left of which is to the left and above the LM curve, there is excess supply of money for the given level of income. So money supply is more to the given level of income, and this will push the interest rate down. അപ്പോൾ മണി സപ്ലൈ കൂടുതലാണെങ്കിൽ, ഏതൊരു വസ്തുവിൻ്റെ സപ്ലൈ കൂടുതലാണെങ്കിൽ അതിൻ്റെ വില കുറയും. അതുപോലെ തന്നെ ഇവിടെ മണി സപ്ലൈ കൂടുതലാണ്, അത് കാരണം അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് കുറയുകയും ചെയ്യും. Also at the point Q, which is to the right, Q is lying at to the right and below the LM. This is Q is lying here, and there is excess demand for money, and which will push the interest rate, up. But demand for money വരുമ്പോൾ, when there is a higher demand, means they will push the interest rate from I3 to I1 and from I1 to I2. Then comes the slope of the LM curve. What is the slope of the LM curve? ഇവിടെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട
point ആണ് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. The slope of the LM curve can be derived from LM equation. What is that LM equation? It is the rate of change. It denotes LM curve denotes the change in the rate of interest due to change in income. That is delta I divided by delta Y, where this one എന്താണ് delta represents a small change in the variable either in income or interest rate or in income. Then delta I divided by delta Y, that is equal to K divided by H. Then differentiation അറിയാവുന്നവർക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ഫോർമുലയും കൂടെ ഇട്ടിട്ടുണ്ട്. മനസ്സിലായോ? Those who are well versed in differentiation, they have given here one more formula. So എന്താണ്? The slope of the LM curve is given by the ratio of, this is slope of the LM curve is given by the ratio delta I divided by delta Y, that is equal to, the ratio will be K divided by H, where എന്താണ് H എന്താണ്? Responsiveness of demand for money to income. ഞാൻ നേരത്തെ പറഞ്ഞു തന്നതാണ്. K എന്താണ്? Responsiveness of demand for money to the rate of interest. അപ്പോൾ the slope of the curve, that will be represented by this ratio, that is delta I divided by delta Y is equal to K divided by H, where K stands for the responsiveness of demand for money due to the rate of interest, and H stands for the responsiveness of demand for money due to the change in income. Then is that the greater the responsiveness of demand for money to income, the lower is the responsiveness of demand for money to interest rate. അപ്പോൾ greater the responsiveness of demand for money to income, ഞാൻ പറഞ്ഞില്ലേ, as income increases, people like to hold more in the form of cash. പക്ഷേ അതെന്താണ്, lower the responsiveness of demand for money to the rate of interest. അപ്പോൾ rate of interest കൂടി വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? They will go and invest in some other ഇൻസ്ട്രുമെന്റ്സ്, ബോണ്ടിലോ ഷെയറിലോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റിലോ മറ്റേതെങ്കിലും ആയിട്ട് അവർ കൺവേർട്ട് ചെയ്യും. നേരെ മറിച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും? They will keep more money in their hands. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്താണ്, interest rate H, the steeper will be the LM curve. LM curve will be അതനുസരിച്ച് steeper ആയിരിക്കും. Okay. Two LM curves with different slopes. If the demand for money is relatively insensitive to rate of interest, that is H is insensitive to rate of interest, that is H is close to zero, then the LM curve is nearly vertical. ഇതാണ്. അപ്പോൾ ഇൻസെൻസിറ്റീവ് ആണെങ്കിൽ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് ഇൻസെൻസിറ്റീവ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് ദ LM curve will be slightly എന്താണ് വെർട്ടിക്കൽ ആയിരിക്കും. Then that is the LM1. On the other hand, if the demand for money is എന്താണ് very sensitive to the interest rate, that is H, then the LM curve will be nearly horizontal. അപ്പോൾ രണ്ടും സെൻസിറ്റിവിറ്റിയെ ആശ്രയിച്ചിരിക്കും. One is the demand for money is relatively insensitive to the interest rate. അങ്ങനെ വരുമ്പോൾ it will be എന്താണ്, it will be almost nearly a vertical straight line. On the other hand, the demand for money is very sensitive to the interest rate, then the LM curve will be it will be at a horizontal, nearly on a horizontal straight line, that is LM2. Then position of the LM curve. Along the LM curve, that is the real money supply. എന്താണ് money supply ഓർക്കുന്നുണ്ടോ? Money supply is supposed to be fixed because it is determined or controlled by the RBI. അപ്പോൾ M bar divided by P bar, it is held as constant. So ഇനി മണി സപ്ലൈയിൽ ചേഞ്ച് വന്നു, നമ്മൾ ഡിമാൻഡിൽ ചേഞ്ച് വന്നപ്പോൾ എന്ത് ഇക്വിലിബ്രിയത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാം. അതേപോലെ തന്നെ മണി സപ്ലൈയിലും ഇതേപോലെ തന്നെ ചേഞ്ച് വന്നപ്പോൾ നമ്മൾക്ക് എന്താ, സപ്ലൈ ഓഫ് മണിയിൽ ചേഞ്ച് വന്നപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? It is the original demand curve and original LM curve, and it is being shifted to the right. Okay, we will see what exactly it is. So if there is a change in the real money supply, the LM curve will shift. If the real money supply increases, LM curve will shift towards the right.
money supply increase ചെയ്തിട്ടുണ്ടെങ്കിൽ then the LM curve will shift from LM1 to LM curve, right. That increase in the real money supply can take place. 3 കാര്യങ്ങൾ കൊണ്ട് money supply വ്യത്യാസം വരാം. ഒന്ന്, increase in nominal money supply, പ്രൈസിന് വ്യത്യാസമില്ലാതെ നോമിനൽ മണി സപ്ലൈക്ക് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ LM കർവിന് വ്യത്യാസം വരാം. രണ്ടാമത്, there is such change in both രണ്ടാമത്തത്, there is a decrease in the price level while nominal money supply remaining same. ആദ്യത്തേൽ പ്രൈസ് ലെവൽ ഈസ് അൺചേഞ്ച്ഡ്. രണ്ടാമത് എന്താണ്, പ്രൈസ് ലെവൽ ഈസ് കുറഞ്ഞയാണ് while nominal money supply is constant. മൂന്നാമത്തത്, there is such a change in both M and P. മണി സപ്ലൈയിലും വ്യത്യാസം വരുന്നു, പ്രൈസിലും വ്യത്യാസം വരുന്നു, and therefore the ratio will be M divided by P, that will increase. So സിംപ്ലിസിറ്റിക്ക് നമ്മൾ പറയുകയാണ്, the price level is kept to be constant so that increase in nominal money supply implies an increase in real money supply. നോമിനൽ മണി സപ്ലൈ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് there will be also an increase in real money supply. കാരണം ഇവിടെ പ്രൈസ് ഈസ് കെപ്റ്റ് ആസ് കോൺസ്റ്റന്റ് ഇയർ. ഇവിടെ നമ്മൾ കുറച്ച് റിലാക്സേഷൻ വരുത്തി. കാരണം എന്താണ്, നമ്മുടെ റിയൽ മണി സപ്ലൈ ഫിക്സ്ഡ് ആണെന്ന് പറഞ്ഞ് സെൽഡ് കോൺസ്റ്റന്റ്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ റിയൽ മണി സപ്ലൈയിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ പറയുകയും ചെയ്തു. ഇനി ഇവിടെ പ്രൈസ് ഈസ് കെപ്റ്റ് കോൺസ്റ്റന്റ് ആൻഡ് അപ്പോൾ പ്രൈസ് ലെവൽ ഈസ് കോൺസ്റ്റന്റ് സോ ദാറ്റ് an increase in the nominal money supply implies an increase in the real money supply. അപ്പോൾ ഈ സിറ്റുവേഷൻ നമ്മൾക്ക് പറയുന്നത് equal to or to നമ്മൾ then the LM curve will shift from LM1 to LM2, that is M divided by P bar to M1 divided by P bar. Okay. This will shift the money supply curve vertical to the right, and such a shift in money supply curve will result in decrease in the interest rate. Okay, if the money supply curve is increased, okay, the new equilibrium point is being reached, that is interest rate will come down from എത്രയാണ്, ഇവിടെ I1 ഇവിടെയാണ് വരുന്നത്, I1ൽ നിന്ന് I2ലേക്ക് താഴേക്ക് പോവുകയും ചെയ്യും. വേർ മനസ്സിലായോ, I1 ഇവിടെയാണ് വരുന്നത്, അത് I1ൽ നിന്ന് I2 ആയിട്ട്. കാരണം when there is an increase in the supply of money, therefore the interest rate will come down, that is it will from I1 to I2. Such situations we have kept the income level unchanged at I1 to highlight the fact that at each level of income, equilibrium interest rate has to be lower to induce people to hold larger real balances. അപ്പോൾ എന്താണ് interest rate? ഇത് എന്ത് ഹൈലൈറ്റ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് റേറ്റ് Y2ൽ നിന്ന് Y1ലേക്ക് വരുന്നതെന്ന്? ഇറ്റ് ഈസ് ടു ഹൈലൈറ്റ് ദ ഫാക്ട് ദാറ്റ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് ഇൻകം ഇക്വിലിബ്രിയം ഇൻട്രസ്റ്റ് റേറ്റ് ഹാസ് ടു ബി ലോവർ. അപ്പോൾ ലെവൽ ഓഫ് ഇൻകത്തിൽ വെവ്വേറെ, നമ്മുടെ ഇൻകത്തിൽ വെവ്വേറെ ആയിട്ട് വ്യത്യാസം വരുമ്പോൾ ദ ഇക്വിലിബ്രിയം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഹാസ് ടു ബി കെപ്റ്റ് ലോവർ. എന്തിനാണ്? ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ ആളുകൾ പീപ്പിൾ വിൽ നോട്ട് കീപ്പ് മോർ amount in their hands. They will go and invest it somewhere. Similarly, at each level of interest rate, the level of income has to be higher so as to raise the transaction demand for money. Okay, this is the change in the LM curve, അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ കർവ് എന്ന് പറയാം. ഇനി നിയോ ക്ലാസിക്കൽ സിന്തസിസ്. എന്താണ് സിന്തസിസ് എന്ന് പറഞ്ഞാൽ? സംയോഗം എന്ന് പറയും, അല്ലെങ്കിൽ കൂട്ടുക, ഒന്നിപ്പിക്കുക. ഇതൊക്കെയാണ് നിയോ ക്ലാസിക്കൽ. നമുക്കറിയാം, ആദ്യം ക്ലാസിക്കൽ, പിന്നെ അതിനുശേഷം കെയ്നീഷ്യന് ശേഷം വന്നതാണ് നിയോ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ്. അവരുടെ പിന്നെ സംയോഗം എന്താണ്, ഈ LM കർവ് തൊട്ട് ഉപയോഗിച്ചിട്ട് അവർ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പിന്നെ കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു, നമ്മൾ യൂണിറ്റ് 1ൽ IS കർവ് വെച്ച് points at which there is an equilibrium, നമ്മുടെ ഗുഡ്സ് മാർക്കറ്റിൽ ഇക്വിലിബ്രിയം കണ്ടു. യൂണിറ്റ് 2ൽ we derived the LM curve which indicates that equilibrium in the money market. അപ്പോൾ equilibrium in the
എവിടെയാണ് ഇക്വിലിബ്രിയം ഇൻ ദ ഗുഡ്സ് മാർക്കറ്റ്. ആദ്യത്തെ യൂണിറ്റിൽ നമ്മൾ ഇക്വിലിബ്രിയം ഇൻ ദ ഗുഡ്സ് മാർക്കറ്റ് കണ്ട്, രണ്ടാമത്തെ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ LM കർവും കൂടി ഉൾപ്പെടുത്തി ഇക്വിലിബ്രിയം ഇൻ ദ മണി മാർക്കറ്റ് കണ്ട്. ഇന്നിപ്പോ നമ്മൾ ഒരു സമൾട്ടേനിയസ് ആയിട്ട് ഇൻ ബോത്ത് മാർക്കറ്റ്, ദാറ്റ് ഈസ് ഗുഡ്സ് മാർക്കറ്റിലും മണി മാർക്കറ്റിലും എങ്ങനെയാണ് IS-LM കർവുകൾ ഉപയോഗിച്ച് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് എങ്ങനെയാണ്, ആൻഡ് ഷിഫ്റ്റ്സ് ഇൻ ദീസ് കർവ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് പ്രോസസ് ഇൻ ദ കേസ് ഓഫ് ഇക്വിലിബ്രിയം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ആദ്യത്തെ നമ്മൾ IS കർവ് വെച്ച് ഗുഡ്സ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ രണ്ടും കൂടെ സമൾട്ടേനിയസ് ആയിട്ട് IS-ഉം LM കർവും നമ്മൾ ഇത് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നതും, അതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ IS കർവിലോ LM കർവിലോ ഷിഫ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ പ്രോസസ്സ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, ആൻഡ് ഇൻ കേസ് ഡിസ്ഇക്വിലിബ്രിയം എക്സിസ്റ്റ്. അപ്പോൾ സിമൾട്ടേനിയസ് ഇക്വിലിബ്രിയം. ഓക്കെ, simultaneous equilibrium means നമുക്ക് ഗുഡ്സ് മാർക്കറ്റ് ഉണ്ട്, അതേപോലെ തന്നെ മണി മാർക്കറ്റ് ഉണ്ട്. Therefore അതിന് അവിടെ സിംഗിൾ കോമ്പിനേഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഇൻകം ലെവൽ ആൻഡ് വിച്ച് സാറ്റിസ്ഫൈ ദ ഇക്വിലിബ്രിയം ഇൻ ബോത്ത് ഗുഡ്സ് ആൻഡ് മണി മാർക്കറ്റ്. അപ്പോൾ സിംഗിൾ കോമ്പിനേഷൻ ഇവിടെയും മണി ആൻഡ് ലെവൽ ഓഫ് ഇൻകം ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പ്രധാനമായിട്ട് ഗുഡ്സ് മാർക്കറ്റിലും അതേപോലെ തന്നെ മണി മാർക്കറ്റിലും നമ്മൾ ഇക്വിലിബ്രിയം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ദെൻ നമ്മളിവിടെ എന്താ ഇതാണ് ഞാൻ പറഞ്ഞത്, ദിസ് ഈസ് ദ ഡിമാൻഡ് കർവ്, ദിസ് ഈസ് സപ്ലൈ കർവ്. ആ IS കർവിലേക്ക് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്യണം, LM കർവും കൂടെ സൂപ്പർ ഇമ്പോസ് ചെയ്യണം, ആൻഡ് ദേ ആർ മീറ്റിംഗ് അറ്റ് എ പോയിന്റ് E where we have got the rate of interest is I1 and Y1 is the amount of the simultaneous equilibrium of goods and money market. The output is we produce O1 output. This is simple ആണ്. നമ്മൾ ഡിമാൻഡ് സപ്ലൈയും കണ്ടപ്പോൾ നമ്മൾ വെറുതെ ഇതിന്റെ പുറത്ത് ഇരുന്ന സമയം കളയേണ്ട ആവശ്യമില്ല. സെയിം തിങ്. ഓക്കെ, ഇവിടെ നമ്മൾ അവർ വലിയ വാക്കുകൾ IS and LM curves in this figure നമ്മൾ we represent output on the y-axis and output on the y-axis and interest rate on the z-axis, and IS is just like a demand curve, it is sloping downwards from left to right, and LM is just like a supply curve, it is sloping upwards from left to right. മനസ്സിലായോ? ഇത് പോസിറ്റീവ്ലി റിലേറ്റഡ് ആണ്, ഇത് നെഗറ്റീവ്ലി ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. അതായത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലുള്ളപ്പോൾ എന്തായിരിക്കും? ഡിമാൻഡ് കുറവായിരിക്കും. നേരെ മറിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലുള്ളപ്പോൾ സപ്ലൈ കൂടുതലായിരിക്കും. സപ്ലൈ ഓഫ് മണി വിൽ ബി LM വിൽ ബി മോർ. നേരെ മറിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സപ്ലൈ വിൽ ബി ലെസ്, ഡിമാൻഡ് വിൽ ബി മോർ. എന്നാൽ നമ്മൾ പറഞ്ഞ് എപ്പോഴാണ് ആളുകൾ പണം നിക്ഷേപത്തിന് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് പണം എടുക്കുന്നത് എപ്പോഴാണ് നമ്മൾ പറഞ്ഞു? കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻഫ്ലേഷൻ ഭയങ്കര കൂടുതലാണെങ്കിൽ ആരും തന്നെ ആ സമയത്ത് എടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ഒരു എക്സ്പെക്റ്റഡ് ലെവൽ ഓഫ് പ്രോഫിറ്റബിലിറ്റി കിട്ടണമെങ്കിൽ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഷുഡ് ബി ലെസ്. കോസ്റ്റ് ഓഫ് ബോറോയിങ് ലെസ് അല്ലെങ്കിൽ കൂടുതലാണെങ്കിൽ അതനുസരിച്ച് സാധനങ്ങളുടെ പിന്നെ ഇൻവെസ്റ്റ്മെന്റും അതനുസരിച്ച് കൂടുകയും ചെയ്യും. അപ്പോൾ you should remember that we assume that level of the constant P, and the implication of the above is the firm is that the firms are willing to supply any amount of goods and services at that price. അപ്പോൾ പ്രൈസ് ലെവൽ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ an implication is that we assume that the price level to be constant, that is at P. An implication of the above is that the firms are willing to supply any amount of goods and services at that price. At E, the economy is in equilibrium as both goods and money markets are in equilibrium, and that's what the firms are willing to supply. And the firms are willing to supply OY1 or I1. This is the simultaneous equilibrium of goods and money market. If the two curves changes, either ISO അല്ലെങ്കിൽ LM കർവോ നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ there will be അതനുസരിച്ച് ഇക്വിലിബ്രിയത്തിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ രണ്ടും കണ്ട് സെപ്പറേറ്റ് ആയിട്ട് കണ്ടു. LM കർവിൽ വ്യത്യാസം വന്നപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എന്ത് സംഭവിച്ചു, IS കർവിൽ വ്യത്യാസം വന്നപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു, ഇത് രണ്ടും കണ്ടു. ഇപ്പം നമ്മൾ പറയുകയാണ് ഇഫ് ഡിസ്ഇക്വിലിബ്രിയം വരികയാണെങ്കിൽ, ദാറ്റ് മീൻസ് ഡിസ്ഇക്വിലിബ്രിയം വരുമ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. മനസ്സിലായോ? അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും ഇതിനകത്ത് ഇല്ല. അതൊന്ന് ഈ ഡയഗ്രാം കട്ട് ആൻഡ് പേസ്റ്റ് ആണ്. ഒന്ന് ആരെങ്കിലും ഇത് ഏൽപ്പിച്ചിട്ടുണ്ടാവും, അവർ ഇതങ്ങോട്ട് ചെയ്യും, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യും. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവില്ല. ഇതിനെക്കുറിച്ച് സബ്ജക്റ്റ് അറിയാവുന്നവരാണെങ്കിൽ അവർക്കറിയാം ഇതിന്റെ കാര്യങ്ങളൊക്കെ. അത് വായിച്ചു നോക്കാതെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ ഇക്കണോമിക്സ് പഠിച്ചിരുന്ന ആളാണോന്നില്ല.
അപ്പോൾ അത് കാരണം ചില മിസ്റ്റേക്കുകളൊക്കെ ഇതിനകത്ത് കയറി വന്നിട്ടുണ്ട്. So changes, there will be a change in the equilibrium levels of income and interest rate. അപ്പോൾ IS കർവിൽ അല്ലെങ്കിൽ LM കർവിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഇക്വിലിബ്രിയം ഓഫ് ലെവൽ ഓഫ് ഇൻകത്തിലും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിലും വ്യത്യാസം പറയും. The impact of shifts in IS and LM curve on equilibrium output and interest rate, however, will be different. ഇവിടെ എന്താണ്, IS-ലാണ് ഡിമാൻഡ് കർവിലാണ് വ്യത്യാസം വരുന്നത്. മനസ്സിലായോ? വാട്ട് ഹാപ്പൻഡ് when there is an increase IS1, IS2, we have got one equilibrium here, E1, we have got when IS curve, like demand curve, when it shifts towards the right, then output is increased from Y1 to Y2, and interest rate also increases from I1 to I2. Okay, this is a shift in the IS curve. IS curve, original demand IS1, LM, original demand curve, original IS curve, original LM curve, and it is meeting at the point E1. This is original demand, original equilibrium, and because of change in the IS curve, we have got a new equilibrium whereby output is increased from Y1 to Y2, and interest rate is also increased from I1 to I2, and we have got a new shifts in IS curve. Then comes then shift in LM curve. അടുത്തതിനകത്ത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ LM കർവിൽ LM1, LM2 സപ്ലൈ കർവിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ LM കർവിൽ നമ്മൾ ആദ്യം എന്താ IS കർവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ദിസ് ഈസ് ദ ന്യൂ ഇക്വിലിബ്രിയം I1 interest. When there is the situation of LM curve shifts towards the right, what happens? Interest rate comes. This is an original equilibrium where I1 is the interest rate and Y1 is the interest rate. Is the amount. What happens when there is a situation when LM curve shifts towards the right? This is the right side, and the LM curve is actually shifting towards the right. Equilibrium has come down from E1 to E2. അപ്പോൾ ഇക്വിലിബ്രിയം, പുതിയ ഇക്വിലിബ്രിയം വന്നപ്പോൾ അതനുസരിച്ച് ഓക്കെ I1-ൽ നിന്ന് ഇൻട്രസ്റ്റ് റേറ്റ് I2 ആയിട്ട് കുറയുകയും ചെയ്ത്, മനസ്സിലായോ? ഔട്ട്പുട്ട് Y1-ൽ നിന്ന് Y2 ആയിട്ട് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്? ദിസ് ഈസ് എ ഷിഫ്റ്റ് ഇൻ LM കർവ്. സോ ദർ ഈസ് എ ഷിഫ്റ്റ് ഇൻ ദ മണി സപ്ലൈ ഇൻ ദ എക്കോണമി. അപ്പോൾ കോൺസ്റ്റന്റ്ലി ഇത് തന്നെ കോൺസ്റ്റന്റ് റൈറ്റ് വേർഡ് പാരലൽ ഷിഫ്റ്റ് വരും. Okay, this IS curve is remaining constant. It is remaining fixed. LM curve-ലാണ് വ്യത്യാസം വന്നത്. An increase എന്ന് പറഞ്ഞാൽ it is increasing towards the right. അപ്പോൾ LM curve എന്താണ്? Shift in LM curve from LM to LM2. Consequently, equilibrium changes from E1 to E2. As we can see, the rate of interest decreases. ഇതെല്ലാം ഞാൻ പറഞ്ഞതാണ്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈസ് ലെവൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. ആൻഡ് ഇൻക്രീസ് ഇൻ മണി സപ്ലൈ റിസൾട്ട്സ് ഇൻ ഇൻക്രീസ് ഇൻ ദ സപ്ലൈ ഓഫ് റിയൽ ബാലൻസസ് ആസ് എ കോൺസിക്വൻസ് ഓഫ് വിച്ച് ദർ ഇസ് എ ഡിക്ലൈൻ ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഇപ്പോൾ ഇവിടെ എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റിന് വ്യത്യാസം വരാം. എന്താണ്? എപ്പോഴാണ്? വെൻ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ. ഏതൊരു സാധനത്തിൻ്റെയും സപ്ലൈ കൂടുതലാണെങ്കിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ ഇഫ് an increase in the money supply results in an increase in the supply of real balances, as a consequence of which there is a decline in the rate of interest. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ എന്താണ്? ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റിന്റെ തോത് കൂടും. കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് കൂടുതൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും ഇൻവെസ്റ്റ്മെന്റ് ഇക്കോണമി, ആൻഡ് ദെയർഫോർ ഔട്ട്പുട്ട് അതനുസരിച്ച് വർദ്ധിക്കും. വെറുതെ വർദ്ധിക്കില്ല. ഇല്ലേ? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിന്റെ ഓണേഴ്സിന് അതിൻ്റെതായിട്ടുള്ള വരുമാനം കിട്ടും. ദ ലെവൽ ഓഫ് ഇൻകം ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ പീപ്പിൾ വിൽ ഇൻക്രീസ്. ദർ വിൽ ബി an overall bloom in there will be an overall boom in the economy. A lot of hectic activities in the economy will take place because when it leads to a level of investment. In equilibrium and adjustment process. This is an adjustment process. Rate of ഇത് കൂടുതലാണ്, ഡിമാൻഡ് ഇത്രയും കൂടുതലാണെങ്കിൽ മനസ്സിലായോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വിൽ ബി വെരി ഹൈ. അപ്പോൾ എന്ത് ചെയ്യും? ബിക്കോസ് ഓഫ് കോമ്പറ്റീഷൻ എമംഗ് ദ പീപ്പിൾ ഹു ഡിമാൻഡ് ഇത് എന്ത് ചെയ്യും? മനസ്സിലായോ?
when this is the IS curve, this is the LM curve, and when the rate of interest is very high, the demand for IS or the demand for this investment will be very, very low. Okay, but the supply, the people will be ready to supply money. Why? Because they get more interest, they get more income by way of interest. Whenever there is a fall in the now if suppose if suppose the supply decreases and the rate of interest താഴോട്ട് വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഡിമാൻഡ് people will try to demand more. IS is more. പക്ഷേ they will not, the supply, they will not be, since the rate of interest is very low, since the price is very low, changes in prices, since the price is very low, now those people who supply, they will not supply more. കാരണം എന്താണ്, അവർക്ക് കുറഞ്ഞ വില മാത്രമേ കിട്ടുള്ളൂ. സപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കുറഞ്ഞ വില മാത്രമേ കിട്ടുള്ളൂ. നേരെ മറിച്ച് വില കുറയുമ്പോൾ അവർക്ക് കൂടുതൽ ആളുകൾ ഡിമാൻഡ് ചെയ്യാനുണ്ടാവും. So the competition among the buyers, they will gradually push up the price. മനസ്സിലായോ? Since the rate of interest is very പ്രൈസ് വളരെ ലോ ഉള്ള സമയത്ത് ഇവര് അധികം പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പൊ സപ്ലൈ വിൽ ബി ഷോർട്ട് ആൻഡ് ഡിമാൻഡ് വിൽ ബി demand will be in excess. So what happens? Because of the people who are actually demanding more and more, എന്ത് ചെയ്യും? പതുക്കെ സപ്ലൈ കുറവാണ്, എല്ലാവർക്കും കൊടുക്കാനില്ല, പതുക്കെ സാധനങ്ങളുടെ വില കയറ്റും. ആൻഡ് until and unless it reaches this particular point equilibrium. ഇതാണ് ആരോ കാണിച്ചിരിക്കുന്നത്. IS-ന്റെയും LM-ന്റെയും പ്രഷർ കാണിക്കുന്നതാണ്, ഓൺ ദ ഇക്വിലിബ്രിയത്തിൽ കാണിക്കുന്നതാണ് ഈ ഇങ്ങനെ ആരോ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, equilibrium and adjustment process. Interest rate are realized at the intersection of the IS and LM curve. അപ്പോൾ എന്തുമാത്രം ഔട്ട്പുട്ട് ആണ് അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി ഈ സെക്ഷനിൽ നമ്മൾ there is a tendency of the market to reach back to the equilibrium if the there is a, in this section there is a tendency for the economy there is a tendency for the market to reach back to the equilibrium if the economy is outside IS and LM. പറഞ്ഞില്ലേ, ഏതെങ്കിലും കാരണവശാലും disequilibrium means the points or the production points are not on the IS or the LM curve. All the points on the IS curve, they signify equal points. All the points on the LM curve also, they actually represent equal points. So എപ്പോഴാണ് disequilibrium വരുന്നത്? ആ disequilibrium ഉണ്ടെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഡിസിക്വിലിബ്രിയം ഇഫ് ദ നമ്മൾ നേരത്തെ കണ്ടു പ്രൊഡക്ഷൻ പിയിലും ക്യൂയിലൊക്കെ കണ്ടു, ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് ദ ടെൻഡൻസി ടു കം ടു ദാറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്. അതാണ് ഈ ആരോ വെച്ച് കാണിച്ചിരിക്കുന്നത്. ദിസ് ഈസ് ആൻ ഇക്വിലിബ്രിയം പോയിന്റ്. എന്നിട്ട് ഏതെങ്കിലും കാരണവശാൽ ഡിസിക്വിലിബ്രിയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ഹാസ് ഗോട്ട് ദ ടെൻഡൻസി ടു കം ടു ദാറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്. മനസ്സിലായോ? ഇപ്പൊ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണെങ്കിൽ കോമ്പറ്റീഷൻ among the people in buying things, it will push up the prices gradually. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രൈസ് ഗ്രാജുവലി കൂടി വരുമ്പോൾ when it reaches an equilibrium, those people who are supplying commodities, they will try to supply more, അല്ലെങ്കിൽ as usual. മനസ്സിലായോ? ഇനി പ്രൈസ് കൂടുതലാണെങ്കിലോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രൈസ് കൂടുതലാണെങ്കിലോ ഡിമാൻഡ് കുറവാണ്, പക്ഷെ അവർ ഇത്രയും സപ്ലൈ ചെയ്യുന്നുണ്ട്, മേടിക്കാനില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? സപ്ലൈ പതുക്കെ അവർ കുറച്ചുകൊണ്ട് വരും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? സപ്ലൈ പതുക്കെ കുറച്ച് അവർ ഇവിടെ കൊണ്ടുവന്ന് ഇക്വിലിബ്രിയത്തിൽ എത്തുമ്പോൾ പീപ്പിൾ ഓൾസോ വിൽ സ്റ്റാർട്ട് ഡിമാൻഡിങ് മോർ ആൻഡ് ദാറ്റ് വിൽ ആൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിൽ ബിക്കം ഈക്വൽ. ഇതാണ് ഇതിന്റെ പോയിന്റ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ പോയിന്റ് ഇൻ വിച്ച് എന്താ എഫ് ജി എച്ച് ആൻഡ് കെ, ഇവിടെ നോവർ ഇറ്റ് ഈസ് ഹിയർ. എന്താ എഫ് ജി കെ ആൻഡ് എച്ച്, അതായത് ഇക്വിലിബ്രിയം അഴിച്ച് 4 പോയിന്റുകളാണ് അവർ പറയുന്നത്. ഇൻ അതർ വേർഡ്സ് 3.4 കണ്ടാ, 3.4 അവർ എഫ് ജി എച്ച് ആൻഡ് കെ. അപ്പൊ ഈ എഫ് ഇവിടെ ഉണ്ടാവും എഫ് ജി എച്ച് ആൻഡ് കെ. അപ്പൊ ഓൾ ദീസ് പോയിന്റ്സ് ആർ ഡിനോട്ടിങ് അല്ലെങ്കിൽ പോയിന്റിങ് ഔട്ട് ഡിസിക്വിലിബ്രിയം.
But disequilibrium, which did not reflect the equilibrium in the money market as well as in the goods market, from such points, how does the economy reach towards equilibrium? ഇതാണ് equilibrium എന്ന് പറഞ്ഞത്. ആ equilibriumത്തിൽ നിന്ന് എങ്ങനെ നമ്മുടെ economy ആ ഡിസിക്വിലിബ്രിയത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു പോയിന്റ് ഏതാണ് FGH and K, ഇതെല്ലാം ദേ ആർ പോയിന്റ്സ് ലൈങ് നമ്മുടെ P and Q ഒക്കെ കിടക്കുന്ന പോലെ തന്നെ നമ്മൾ they are not on equilibrium. അപ്പൊ അഥവാ ഡിസിക്വിലിബ്രിയം വന്നിട്ടുണ്ടെങ്കിൽ it has got a tendency to reach towards equilibrium. That is being shown here. കണ്ടാ? Let us take the point G. എവിടെയാണ് G ഉള്ളത്? I take a point G here. മനസ്സിലാ? ഇതൊക്കെ അവരിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് മറന്നുപോയിട്ടുണ്ട്. എന്നിട്ട് ആർക്കാണ്ടും വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചേക്കണമല്ല. കുട്ടികൾ ഇതുപോലെ പഠിക്കുന്ന സമയത്ത് അവർ G കിടന്ന് തപ്പും, അല്ലെങ്കിൽ F കിടന്ന് തപ്പും, അല്ലെങ്കിൽ H കിടന്ന് തപ്പും, അല്ലെങ്കിൽ K കിടന്ന് തപ്പും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദെയർ. മനസ്സിലായോ? സോ ഏതെങ്കിലും കാരണവശാൽ ഡിമാൻഡോ സപ്ലൈയോ ഈക്വൽ അല്ല എങ്കിലാണ് ഡിസിക്വിലിബ്രിയം വരുന്നത്. അപ്പൊ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെങ്കിൽ ഡിമാൻഡിന്റെ സപ്ലൈയുടെയും തുല്യതയിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ബാഹ്യ ശക്തി കൊണ്ട് അത് യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഇൻവിസിബിൾ ഹാൻഡിന്റെ പ്രശസ്തി വരുന്നത്. ഇതാണ് യാതൊരു വിധത്തിലുള്ള ബാഹ്യമായിട്ട പ്രേരണയും കൂടാതെ ഡിമാൻഡും സപ്ലൈയും തുല്യതയിൽ എത്തുന്നത് പറഞ്ഞത് ഓട്ടോമാറ്റിക് പ്രൈസും മെക്കാനിസം. ഓട്ടോമാറ്റിക് പ്രൈസ് മെക്കാനിസം യാതൊരു ആരും ഇവിടെ കാരണം ഇത് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുടെ പ്രത്യേകതയാണ്. ആരും അവിടെ കൺട്രോളൊന്നുമില്ല. അവര് പറഞ്ഞത് യു ഡു ദ പോലീസ് ഡ്യൂട്ടി, പ്രൊട്ടക്ട് ദ കൺട്രി ഫ്രം ഔട്ട്സൈഡ് ഇൻവേർഷൻ, ഡു ദ പോലീസ് ഡ്യൂട്ടി. അതൊക്കെ ചെയ്തേച്ചാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ജനങ്ങൾ നോക്കിക്കോളും. ആൻഡ് ദേ ആർ ആക്ച്വലി വെൽ വേഴ്സ്ഡ് ഇൻ സച്ച് തിങ്സ്. ഓക്കെ. At any points on LM curve except at the point E shows disequilibrium in the goods market, and in case we are above the IS curve and on the LM curve, then the movement towards the equilibrium point E would mean lowering the interest rate and lowering of output. True also, asset market does not take time to clear and hence equilibrium is attained immediately. There is no time lag for the asset market to get into the equilibrium. It is automatically, actually it is being arranged, attained immediately. This kind of adjustment process will lead to an equilibrium position which is stable till the concerned economic variables do not change. അപ്പോൾ നമ്മൾ ആ ഇക്വിലിബ്രിയത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഏതെല്ലാം ഇക്കണോമിക് വേരിയബിൾസ് നമ്മളെ സഹായിച്ചിട്ടുണ്ടോ ആ ഇക്കണോമിക് വേരിയബിൾസിന് വ്യത്യാസമില്ലാത്ത കാലത്തോളം നമ്മുടെ സ്റ്റേബിൾ ആയിട്ട് ഇക്വിലിബ്രിയം സ്റ്റേബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യും. ഇല്ല എങ്കിൽ നമ്മൾ പിന്നെ ഏതെങ്കിലും വേരിയബിൾസിന് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ IS-ലോ LM-ലോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, ഇൻട്രസ്റ്റ് റേറ്റിലോ പ്രൈസിലോ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ, ഇൻകത്തിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ദെൻ ദ ഇക്വിലിബ്രിയത്തിലും അതനുസരിച്ച് വ്യത്യാസമുണ്ട്. ബട്ട് ഇറ്റ് വിൽ ബി റെക്ടിഫൈഡ്. Clear, it will, asset market does not take much time. There is no time lag in the asset management, and it will equilibrium is attained immediately. ഇനി അടുത്താണ് നമ്മൾ പറയുന്നത് എന്താണ് ക്ലാസിക്കൽ ആൻഡ് കെയ്നീഷ്യൻ സോൺസ്. ഇവിടെ നമ്മൾ the slope of the LM curve which shows the sensitivity of money supply on interest rate and output level. അതാണ് നമ്മൾ ഇത് കണ്ടത്. അപ്പോൾ there could be two extreme cases with respect to LM curve. ഒന്ന് LM curve വേണമെങ്കിൽ horizontal ആകാം. അതായത് ഇതിനെ പറഞ്ഞത് ഹൊറിസോണ്ടൽ ആയിട്ട് അതിനെ പറഞ്ഞത് ലിക്വിഡിറ്റി ട്രാപ്പ്. ഹൊറിസോണ്ടൽ മീൻസ് മനസ്സിലായോ? അബ്സല്യൂട്ട്ലി there is no increase in the rate of interest. അപ്പോൾ people will keep money in their hands. അപ്പൊ കൂടുതൽ പണം കൈവശം വെക്കുന്നതാണ്. നോ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്, നോ ബൈയിങ് ഓഫ് ബോൺസ്. അങ്ങനെ വരുമ്പോൾ പറഞ്ഞാൽ ദിസ് എമൗണ്ട് വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് സീറോ, വെൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇസ് സീറോ വി ഹാവ് ഗോട്ട് പ്രിപ്പയർഡ് ടു ഹോൾഡ്. When LM curve is horizontal, the public is prepared to hold all the money at a given rate of interest. This is known as the liquidity trap. In such cases, രണ്ടാമത് LM is vertical. അപ്പോൾ ഈ LM കർവ് നമ്മൾ IS കർവ് ഇറ്റ് ഈസ് ഡൗൺവേർഡ് സ്റ്റോപ്പിംഗ് കർവ്. LM കർവ് നമ്മൾ പറഞ്ഞ ഫിക്സ്ഡ് ആണ്. പക്ഷെ വെൻ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് സീറോ, IM കർവ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് വെർട്ടിക്കൽ, ഇറ്റ് ഈസ് ഹൊറിസോണ്ടൽ, ആൻഡ് ഇറ്റ് ഗ്രാജുവലി ഇറ്റ് ഗോസ് അപ് ടു